നഗരത്തിലെ തിരക്കേറിയ ചന്തയിലേക്ക് ആ വെള്ള സ്കോർപിയൻ വാഹനം കടന്നു വരുമ്പോൾ എല്ലാവരും ആദരവോടെ വഴിമാറി. വാഹനത്തിന്റെ ബോണറ്റിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന ത്രിവർണ പതാകയും അതിന് താഴെ തിളങ്ങുന്ന IPS എന്ന ചുവന്ന ബോർഡും ആ വഴിയിലൂടെ കടന്നു പോകുന്നവരിലൊക്കെ ഒരു തരം ഭയഭക്തി ബഹുമാനം ഉണ്ടാക്കി. ആ ജില്ലയിലെ ഏറ്റവും കരുത്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ അമീർ ഷാ IPS ആയിരുന്നു ആ വാഹനത്തിലുള്ളത്. ഇസ്തിരിയിട്ട കാക്കി യൂണിഫോമിൽ തോളിലെ 3 നക്ഷത്രങ്ങളുടെ തിളക്ക ത്തോടെ അമീർ ഷാ നിശബ്ദനായി ഇരിക്കുകയാണ്. പുറത്ത് ശൈത്യകാലത്തിന്റെ തണുപ്പിലും ചന്ത സജീവമാണ്. പാൽക്കാരന്റെ സൈക്കിൾ മണികളും മീൻ ചന്തയിലെ ബഹളങ്ങളും ചേർന്ന് നഗരത്തിന്റെ ഒരു സാധാരണ പ്രഭാതം അവിടെ ആവർത്തിക്കപ്പെടുന്നു. കുറ്റവാളികളെ വിറപ്പിക്കുന്ന ആ കണ്ണുകൾക്കുള്ളിൽ പക്ഷേ ആരും കാണാത്ത ഒരു ശൂന്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അമീറിന്റെ അരികിലായി അയാളുടെ ഇപ്പോഴത്തെ ഭാര്യ സെറീന ഇരിപ്പുണ്ട്. വില കൂടിയ പട്ടുസാരിയും കൈകളിൽ നിറയെ സ്വർണവളകളും അണിഞ്ഞ് അവൾ തന്റെ ലോകത്താണ്. ഇടയ്ക്കിടെ സ്വർണ്ണാഭരണങ്ങളുടെ തിളക്കം നോക്കി ആസ്വദിക്കാനും സെൽഫി എടുക്കാനുമാണ് അവൾക്ക് താല്പര്യം. അമീർ, നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ വൈകുന്നു. ഈ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ ആൾക്കാരോട് പറയൂ. എനിക്ക് പുതിയ ഡിസൈനർ ജ്വല്ലറി കളക്ഷൻ കൂടി കാണാനുണ്ട്. സെറീനയുടെ വാക്കുകളിൽ അധികാരത്തിന്റെ അഹങ്കാരവും ആഡംബരത്തോടുള്ള അമിതമായ ആർത്തിയുമുണ്ട്. അമീർ കേട്ട ഭാവം നടിച്ചില്ല. ഒരു മൂളലിൽ തന്റെ പ്രതികരണം ഒതുക്കി അയാൾ പുറത്തെ കാഴ്ചകളിലേക്ക് തന്നെ നോക്കിയിരുന്നു. പെട്ടെന്നാണ് മാർക്കറ്റിന്റെ ഒരു മൂലയിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഒരു കീറിയ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് അതിലിരുന്ന് പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ത്രീയിലേക്ക് അമീറിന്റെ നോട്ടമെത്തിയത്. തലയിൽ ഒരു പഴയ തട്ടം പുതച്ച് വെയിലേറ്റ് വാടിയ മുഖവുമായി അവൾ ഇരിക്കുന്നു. ഒരു നിമിഷം അമീറിന്റെ ഹൃദയമിടിപ്പ് നിലച്ചു പോയതുപോലെ തോന്നി. അയാൾക്ക് ശ്വാസമെടുക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു. ആ കണ്ണുകൾ, അവ തിരിച്ചറിയാൻ അമീറിനൊരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അത് സൈനബയാണ്, തന്റെ ജീവിതത്തിന്റെ പാതിയായിരുന്നവൾ. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും എന്നാൽ ഏറ്റവും ക്രൂരമായി മുറിപ്പെടുത്തുകയും ചെയ്ത തന്റെ മുൻ ഭാര്യ. അമീറിന്റെ മനസ്സ് 5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് അയാൾ വെറും ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ മാത്രമാണ്. ശമ്പളം കുറവായിരുന്നുവെങ്കിലും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ചെറിയ വാടക മുറിയിൽ കഴിഞ്ഞിരുന്ന നാളുകളിൽ സൈനബയായിരുന്നു വീടിന്റെ തൂണ്. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് അവൾ തുന്നൽ ജോലി ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അമീറിന്റെ പരീക്ഷാ പഠനങ്ങൾക്കും മറ്റും അവൾ പണം കണ്ടെത്തിയിരുന്നു. അമീർ, നിങ്ങൾ വലിയൊരു ഓഫീസർ ആകും ഇൻഷാ അല്ലാ. അന്ന് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറും എന്ന് പുഞ്ചിരിയോടെ അവൾ പറയും. അവളുടെ അധ്വാനവും പ്രാർത്ഥനയുമാണ് തന്നെ ഈ ഉന്നത പദവിയിൽ എത്തിച്ചതെന്ന് അമീർ വേദനയോടെ ഓർത്തു. താൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പദവികളും സൗകര്യങ്ങളും സത്യത്തിൽ അവളുടെ അവകാശമാണ്. എന്നാൽ ഇന്ന് അവൾ തെരുവിലിരിക്കുന്നു. സെറീന പുറത്തെ കാഴ്ച കണ്ട് മുഖം ചൊളിച്ച് പറഞ്ഞു, നോക്കൂ അമീർ, ഈ പാവപ്പെട്ട കച്ചവടക്കാർ കാരണം നടക്കാൻ കൂടി വയ്യാത്ത അവസ്ഥയായി. ഇവരെയൊക്കെ ഇവിടുന്ന് അടിച്ചോടിച്ചുകൂടെ? സെറീനയുടെ ആ വാക്കുകൾ അമീറിന്റെ ഹൃദയത്തിൽ തറച്ചു കയറി. സെറീന ശല്യമെന്ന് വിളിച്ച ആ സ്ത്രീയാണ് തന്റെ ജീവിതത്തിന് അടിത്തറ പാകിയതെന്ന് അവൾ അറിഞ്ഞില്ല. അപ്പോഴാണ് അമീർ ആ കാഴ്ച കണ്ടത്. ചന്തയിലെ ഒരു പ്രാദേശിക ഗുണ്ട സൈനബിയുടെ അടുത്തേക്ക് അഹങ്കാരത്തോടെ നടന്നു വന്നു. അയാൾ അവളുടെ പച്ചക്കറി കൊട്ട കാലുകൊണ്ട് ആന തട്ടിത്തെറിപ്പിച്ചു. സൈനബിയുടെ അധ്വാനം മുഴുവൻ റോഡിലെ അഴുക്കിലേക്ക് ചിതറി വീണു. അവളുടെ കണ്ണുകളിൽ നിസ്സഹായതയുടെ കണ്ണുനീർ നിറഞ്ഞു. ആ കാഴ്ച കണ്ട അമീറിന്റെ ഉള്ളിലെ സിംഹം ഉണർന്നു. സ്കോർപിയോയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ടപ്പോൾ ആ ചന്തയിലെ ബഹളങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങി. അമീർ ഷാ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. അയാളുടെ ഗൗരവമേറിയ മുഖവും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന യൂണിഫോമിലെ നക്ഷത്രങ്ങളും ആ അന്തരീക്ഷത്തിൽ ഒരു ഭയഭക്തി നിറഞ്ഞ നിശബ്ദത പടർത്തി. വഴിയാത്രക്കാരും കച്ചവടക്കാരും ശ്വാസം അടക്കിപ്പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. സൈനബ അപ്പോഴും റോഡിലെ അഴുക്കിനിടയിൽ ചിതറിക്കിടക്കുന്ന തക്കാളികളും പച്ചമുളകും വിറക്കുന്ന കൈകളോടെ പെറുക്കി കൂട്ടുകയായിരുന്നു. തന്റെ ലോകം തകർന്നുപോയ ഒരുവളുടെ നിസ്സഹായതയോടെ അവൾ തല താഴ്ത്തിയിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്നത് ജില്ലയിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥനാണെന്ന് അവൾ അറിഞ്ഞില്ല. എന്നാൽ സൈനബയെ അധിക്ഷേപിച്ച ആ ഗുണ്ടയുടെ അവസ്ഥ അതല്ല. അമീറിനെ കണ്ട നിമിഷം അയാളുടെ ധൈര്യം ചോർന്നുപോയി. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് അറിയാതെ നിലത്ത് വീണു. അമീർ ഒരു വാക്കുപോലും മിണ്ടാതെ അയാളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഗുണ്ടയുടെ കോളറിൽ അമീറിന്റെ കരുത്തുറ്റ കൈകൾ പിടിമുറുക്കി. ആരുടെ അനുവാദത്തോടെയാണ് നീ ഇവിടെ ഗുണ്ടായിസം കാണിക്കുന്നത്? അമീറിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ആ ചന്തയിൽ മുഴങ്ങി. ആ ശബ്ദത്തിൽ അധികാരത്തിന്റെ ഗാംഭീര്യത്തെക്കാൾ ഉപരിയായി നെഞ്ചിൽ നീറുന്ന ഒരു കനലിന്റെ തീവ്രതയുണ്ടായിരുന്നു. സാറേ, ക്ഷമിക്കണം, ഞാൻ വെറുതെ. ഗുണ്ടയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അയാൾ വിറക്കാൻ തുടങ്ങി. അമീർ അയാളെ ദൂരേക്ക് തള്ളിക്കൊണ്ട് തന്റെ ഗൺമാനെ വിളിച്ചു. ഇവനെ ഇപ്പോൾ തന്നെ ജീപ്പിൽ കയറ്റൂ. പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ഇവനെ പോലെയുള്ളവർക്ക് നിയമം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പോലീസ് വണ്ടി സൈറൺ മുഴക്കി ആ ഗുണ്ടയെയും കൊണ്ട് അപ്രത്യക്ഷമായി. ആ ബഹളങ്ങൾക്കിടയിൽ സൈനബ പതുക്കെ തല ഉയർത്തി നോക്കി. അമീറിന്റെ കണ്ണുകൾ
കണ്ണുകളും സൈനബയുടെ കണ്ണുകളും തമ്മിൽ കോർത്തു. 5 നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള ആ നോട്ടം ഒരു നിമിഷം കാലത്തെ തന്നെ നിശ്ചലമാക്കി. സൈനബയുടെ കണ്ണുകളിൽ ആദ്യം കണ്ടത് അവിശ്വസനീയമായ അത്ഭുതമായിരുന്നു. താൻ സ്നേഹിച്ച, താൻ ഉപേക്ഷിച്ച ആ മുഖം ഇത്രയും അടുത്തായി കാണുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ ആ അത്ഭുതം നിമിഷങ്ങൾക്കുള്ളിൽ ആഴമേറിയ വേദനയ്ക്ക് വഴിമാറി. ആ പഴയ മുറിവുകൾ വീണ്ടും നീറാൻ തുടങ്ങി. താൻ നേരിട്ട അപമാനവും ഒറ്റപ്പെടലും അവൾ ഓർത്തു. ഒടുവിൽ അമീറിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു തരം അവഗണന അവളുടെ മുഖത്ത് തെളിഞ്ഞു. അവൾ അമീറിനെ ഒരു അപരിചിതനെ പോലെ നോക്കി വീണ്ടും തല താഴ്ത്തി നിലത്തെ പച്ചക്കറികൾ പെറുക്കാൻ തുടങ്ങി. അമീർ തകർന്നു പോയി. തന്നെ അധിക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരുന്നു സൈനബയുടെ ആ അവഗണന. അമീർ, മതി, എന്താ ഈ നാടകങ്ങൾ? ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാ സമയം കളയുന്നത്? നമുക്ക് പോകാം, വൈകുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ സെറീനയുടെ വാക്കുകളിൽ പുച്ഛമായിരുന്നു. അമീൻ സെറീനയെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ പതിവില്ലാത്ത ഒരു ദേഷ്യമുണ്ട്. സെറീന ഒരു നിമിഷം ഭയന്നുപോയി. അമീർ വീണ്ടും സൈനബയുടെ നേരെ തിരിഞ്ഞു. അവൾ അഴുക്കുപുരണ്ട കൈകൾ കൊണ്ട് തന്റെ മുഷിഞ്ഞ തട്ടം ഒതുക്കുകയായിരുന്നു. പെട്ടെന്നാണ് അമീർ ആ കാഴ്ച കണ്ടത്. സൈനബയുടെ മെലിഞ്ഞ വിരലിൽ അപ്പോഴും ഒരു പഴയ വെള്ളി മോതിരം തിളങ്ങുന്നു. അമീറിന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് സൈനബക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത ആ ചെറിയ സമ്മാനം. ജീവിതം ഇത്രത്തോളം അവളെ തകർത്തിട്ടും തന്നെ ഉപേക്ഷിച്ച മനുഷ്യന്റെ അടയാളം അവൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അത് കണ്ടപ്പോൾ അമീറിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അയാളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. തന്റെ പദവിയും പണവും ആ മോതിരത്തിന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് അയാൾക്ക് തോന്നി. സൈനബ ആ വെള്ളി മോതിരം ഊരിക്കളയാത്തത് അവൾ ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ, അതോ ആ പഴയ ഓർമ്മകൾ അവളുടെ ജീവിതത്തിന്റെ ഭാഗമായത് കൊണ്ടാണോ? അമീറിന്റെ ഉള്ളം ഒരു അഗ്നിപർവ്വതം പോലെ നീറിക്കൊണ്ടിരുന്നു. മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ ഇടനീളം അമീർ നിശബ്ദനായിരുന്നു. കാറിനുള്ളിലെ സെറീനയുടെ തുടർച്ചയായ സംസാരമോ ഫോൺ വിളികളോ അയാൾ കേട്ടില്ല. അയാളുടെ കൺമുന്നിൽ സൈനബയുടെ ആ വിറക്കുന്ന കൈകളും മണ്ണിൽ ചിതറിയ തക്കാളികളും മാത്രമാണ്. വണ്ടി ഔദ്യോഗിക ബംഗ്ലാവിന്റെ പോർച്ചിൽ വന്നു നിന്നു. ഗാർഡുമാരുടെ സെല്യൂട്ടുകൾ സ്വീകരിക്കുമ്പോഴും അമീറിന്റെ മനസ്സ് ആ ചന്തയിലാണ്. ബംഗ്ലാവിനുള്ളിലെ ആഡംബരങ്ങൾ അമീറിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. അയാൾ തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. തന്റെ വിശ്വസ്തനായ കോൺസ്റ്റബിൾ റഫീഖിനെ അയാൾ രഹസ്യമായി വിളിച്ചു. റഫീഖ്, ഇന്ന് മാർക്കറ്റിൽ കണ്ട ആ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ, അവളെ കുറിച്ച് എനിക്ക് വിവരങ്ങൾ വേണം. എവിടെ താമസിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നെല്ലാം. ആരും അറിയരുത്, പ്രത്യേകിച്ച് വീട്ടിൽ. അമീറിന്റെ ശബ്ദത്തിലെ വിറയൽ റഫീഖ് തിരിച്ചറിഞ്ഞെങ്കിലും ഒന്നും ചോദിച്ചില്ല. സൈനബയുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ സത്യങ്ങൾ തേടി അമീർ തന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചപ്പോഴും അമീറിന്റെ ഔദ്യോഗിക ബംഗ്ലാവിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടിനിന്നു. ജനാലക്കൽ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോഴും അമീറിന്റെ ഉള്ളിൽ സൈനബയുടെ ആ വാടിയ മുഖം ഒരു കനലായി നീറിക്കൊണ്ടിരുന്നു. വാതിലിൽ ഒരു ചെറിയ മുട്ട് കേട്ടു. കോൺസ്റ്റബിൾ റഫീഖാണ്. അയാളുടെ കയ്യിൽ ഒരു ഫയലുണ്ട്. സർ, നിങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ. റഫീഖ് ഫയൽ മേശപ്പുറത്ത് വെച്ചു. റഫീഖിന്റെ കണ്ണുകളിൽ അമീറിനോടുള്ള സഹതാപമുണ്ടായിരുന്നു. ഫയൽ തുറന്ന അമീറിന്റെ കൈകൾ വിറച്ചു. സൈനബയുടെ കഴിഞ്ഞ 5 വർഷത്തെ ജീവിതം ആ കടലാസുകളിൽ അക്ഷരങ്ങളായി ചിതറിക്കിടന്നു. ഓരോ വരി വായിക്കുമ്പോഴും അമീറിന്റെ ഹൃദയത്തിൽ 1000 സൂചികൾ തറക്കുന്നത് പോലെ തോന്നി. അമീർ അവളെ മൊഴി ചൊല്ലി ഇറക്കിവിട്ട കറുത്ത രാത്രിക്ക് ശേഷം സൈനബക്ക് പോകാൻ ഒരിടമുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലും അവളെ സ്വീകരിച്ചില്ല. നഗരത്തിന്റെ ഒരു മൂലയിലുള്ള ചേരി പ്രദേശത്തെ ചെറിയൊരു വീട്ടിലാണ് അവൾ ഇപ്പോൾ കഴിയുന്നത്. അതിജീവനത്തിനായി അവൾ പുലർച്ചെ മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കും. ഉച്ചയ്ക്ക് ശേഷം അടുത്തുള്ള വീടുകളിൽ പാത്രം കഴുകാനും തുണി അലക്കാനും പോകും. ഇതൊന്നുമല്ലായിരുന്നു അമീറിനെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. ഫയലിന്റെ അവസാന താളിലെ ആ വിവരം കണ്ട് അമീർ കസേരയിലേക്ക് തളർന്നിരുന്നു. 3 വർഷം മുമ്പ് സൈനബയുടെ അയൽവാസി ഒരു അപകടത്തിൽ മരിച്ചുപോയപ്പോൾ അനാഥനായി പോയ അവരുടെ 4 വയസ്സുകാരൻ മകൻ ആദിലിനെ സൈനബ സ്വന്തം മകനായി ഏറ്റെടുത്തു. അവനെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടിയാണ് അവൾ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിക്കുന്നത്. പട്ടിണി കിടന്നാലും ആ കുട്ടിക്ക് ഒരു കുറവും വരുത്താതെ അവൾ നോക്കുന്നു. യാ അല്ലാ, ഞാൻ എന്താണ് ചെയ്തത്? അമീർ തന്റെ മുഖം കൈകൾ കൊണ്ട് മറച്ചു. 5 വർഷം മുമ്പുള്ള ആ ദിനം അയാളുടെ ഓർമ്മകളിലേക്ക് ഇടിച്ചു കയറി. അന്ന് സൈനബയുടെ ചാരിത്രത്തിന്മേൽ ആരോ ഉന്നയിച്ച ഒരു ആരോപണം വിശ്വസിച്ച് അവളുടെ വാക്കുകൾ കേൾക്കാൻ പോലും തയ്യാറാകാതെയാണ് അയാൾ അവളെ പുറത്താക്കിയത്. അമീർ, ഞാൻ നിരപരാധിയാണ്, എന്നെ വിശ്വസിക്കൂ എന്ന് കരഞ്ഞു പറഞ്ഞ അവളെ അയാൾ തള്ളി മാറ്റി. അന്ന് താൻ സംശയിച്ച ആ സ്ത്രീ ഇന്നൊരു അനാഥ കുട്ടിക്ക് ഉമ്മയായി ലോകത്തിനു മുന്നിൽ വലിയൊരു മാതൃക
മാതൃകയായി ജീവിക്കുന്നു. അവളുടെ മനസ്സ് എത്രത്തോളം പരിശുദ്ധമാണെന്ന് അയാൾ വൈകിയ വേളയിൽ തിരിച്ചറിഞ്ഞു. അമീർ തന്റെ യൂണിഫോമിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്കും നെഞ്ചിലെ മെഡലുകളിലേക്കും നോക്കി. ആ മെഡലുകൾ ഇപ്പോൾ അയാൾക്ക് വെറും ലോഹ കഷ്ണങ്ങളായി തോന്നി. ഈ പദവിക്ക് എന്ത് വിലയാണുള്ളത്? അയാൾ സ്വയം ചോദിച്ചു. നീതി നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട് ഒരു IPS ഓഫീസർക്ക് സ്വന്തം ഭാര്യയുടെ സത്യസന്ധത തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാലോചിച്ചപ്പോൾ അയാൾക്ക് ലജ്ജ തോന്നി. സൈനബ തുന്നൽ ജോലി ചെയ്ത് തന്നെ പഠിപ്പിച്ച കാലത്ത് താൻ അവൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി അയാളെ വേട്ടയാടാൻ തുടങ്ങി. ആ രാത്രി അമർ ഉറങ്ങിയില്ല. ഓരോ തവണ കണ്ണടക്കുമ്പോഴും സൈനബയുടെ ആ വാടിയ മുഖം അയാളെ തുറച്ചു നോക്കി. ആ ചെറിയ കുടിലിൽ തണുപ്പത്ത് അവൾ കുട്ടിയെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നത് അയാൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. തന്റെ ആഡംബരപൂർണമായ ജീവിതം ഒരു പാപമായി അയാൾക്ക് തോന്നി. സെറീനയുടെ അഹങ്കാരവും ആഭരണങ്ങളോടുമുള്ള ഭ്രാന്തും സൈനബയുടെ ഈ വലിയ മനസ്സിന് മുന്നിൽ എത്രയോ നിസ്സാരമാണ്. താൻ ചെയ്ത തെറ്റിന് എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന് അമീറിന് അറിയില്ല. പക്ഷെ ഒന്നയാൾ ഉറപ്പിച്ചു, ഇനി സൈനബയെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ തല താഴ്ത്തി മാപ്പ് ചോദിക്കണം, അവളെ തിരികെ കൊണ്ടുവരണം. പക്ഷേ 5 വർഷത്തെ കനൽ കെടാതെ സൂക്ഷിക്കുന്ന സൈനബയുടെ ഉള്ളിലെ മുറിവുകൾ അമീറിനെ സ്വീകരിക്കുമോ? അമീറിന്റെ മനസ്സ് ചോദ്യങ്ങളുടെ ഒരു ചുഴിലായി മാറി. അടുത്ത ദിവസം പുലർച്ചെ ആരും തിരിച്ചറിയാത്ത വിധം സൈനബയെ കാണാൻ പോകാൻ അയാൾ തീരുമാനിച്ചു. അമീർ തന്റെ ഔദ്യോഗിക പദവിയും അധികാരത്തിന്റെ ചിഹ്നങ്ങളും ബംഗ്ലാവിൽ ഉപേക്ഷിച്ചു. കാക്കി യൂണിഫോമിന് പകരം ഒരു സാധാരണ ഷർട്ടും പാന്റും ധരിച്ചു. തലയിൽ ഒരു തൊപ്പി കൂടി വെച്ച് ആരും തിരിച്ചറിയാത്ത വിധം അയാൾ മാർക്കറ്റിലെത്തി. തന്റെ സ്കോർപിയോയും ഗൺമാൻമാരും ഇല്ലാതെ വെറും ഒരു സാധാരണക്കാരനായി അയാൾ ആ തിരക്കിനിടയിലൂടെ നടന്നു. അയാളുടെ ലക്ഷ്യം ആ പഴയ പ്ലാസ്റ്റിക് ഷീറ്റിനരികെ ഇരിക്കുന്ന സൈനബയാണ്. സൈനബ അവിടെ ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ അക്രമത്തിന്റെ ആഘാതം അവളുടെ മുഖത്ത് അപ്പോഴും നിലനിൽക്കുന്നു. ചിതറിപ്പോയ പച്ചക്കറികൾക്ക് പകരം പുതിയ കുറച്ച് സാധനങ്ങൾ അടുക്കി വെക്കുന്ന തിരക്കിലായിരുന്നു അവൾ. അമീർ അവളുടെ അരികിൽ ചെന്നു നിന്നു. അവളുടെ മേൽ തന്റെ തണൽ വീണപ്പോൾ സൈനബ പതുക്കെ തല ഉയർത്തി നോക്കി. അമീറിനെ കണ്ടതും അവളുടെ കൈകൾ ഒരു നിമിഷം വിറച്ചു. അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. ഒന്നും സംഭവിക്കാത്തതുപോലെ തന്റെ ജോലി തുടർന്നു. തന്നെ കാണാത്തതുപോലെ അവൾ അഭിനയിക്കുന്നത് അമീറിനെ വല്ലാതെ വേദനിപ്പിച്ചു. സൈനബ, അമീർ വളരെ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. 5 വർഷത്തെ വിരഹവും സങ്കടവും ആ വിളിയിൽ കലർന്നിരുന്നു. സൈനബ പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവളുടെ കണ്ണുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്ര വികാരങ്ങൾ മിന്നിമറഞ്ഞു. പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു. എന്താ സർ, പച്ചക്കറി വേണോ? തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, സാറിന് ആവശ്യമുള്ളത് എടുത്തോളൂ. തികച്ചും ഔദ്യോഗികമായ ഒരു കച്ചവടക്കാരിയുടെ സ്വരത്തിൽ അവൾ ചോദിച്ചു. സർ എന്ന വിളി അമീറിന്റെ നെഞ്ചിൽ മൂർച്ചയുള്ള കടാര കയറ്റുന്നത് പോലെ തോന്നി. ഒരിക്കൽ സ്നേഹത്തോടെ അമീർ എന്ന് വിളിച്ചിരുന്ന ആ നാവുകൾ ഇന്ന് തന്നെ ഒരു അന്യനായി മാറ്റി നിർത്തുന്നു. സൈനബ, എനിക്ക് പച്ചക്കറി അല്ല വേണ്ടത്, എനിക്ക് നിന്നോട് സംസാരിക്കണം, അമീർ അപേക്ഷിച്ചു. സൈനബ ഒരു ചെറിയ പുച്ഛത്തോടെ ചിരിച്ചു. നഗരത്തിലെ വലിയ പോലീസ് ഓഫീസർക്ക് എന്നെ പോലെയുള്ളവരോട് എന്ത് സംസാരിക്കാനാ? ഇന്നലെ വണ്ടിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും കണ്ടതാണ്. ഇനി എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? അമീർ അവളുടെ അടുത്തേക്ക് ഒരടി കൂടി നീങ്ങി. സൈനബ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്ന് നിന്നെ മനസ്സിലാക്കിയില്ല. മറ്റാരോ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ നിന്റെ ജീവിതം തകർത്തു. നിന്റെ ഈ അവസ്ഥക്ക് കാരണം ഞാനാണ്. എനിക്ക് പശ്ചാത്താപമുണ്ട് സൈനബ. അമീറിന്റെ ശബ്ദം ഇടറി. അയാളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴെ വീണു. സൈനബയുടെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞു. അവൾ അത് തുടക്കാൻ ശ്രമിച്ചില്ല. ക്ഷമിക്കാൻ ഇപ്പോൾ ഒന്നും ബാക്കിയില്ല സർ. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാൽ പിടിച്ചപ്പോൾ നിങ്ങൾ വാതിലടച്ചു. അന്ന് ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി വിളിച്ചു പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ അധികാരം അത് കേട്ടില്ല. ഇന്ന് നിങ്ങൾ വലിയ ഓഫീസറായി. എനിക്കിപ്പോൾ ഈ പദവിയിലുള്ള നിങ്ങളുടെ മാപ്പ് ആവശ്യമില്ല. ഇത് എന്നോടുള്ള ദയ കൊണ്ടാണോ? എനിക്ക് ആരുടെയും ദയ വേണ്ട സർ. ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. സൈനബയുടെ വാക്കുകൾ അമീറിന്റെ അഹങ്കാരത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അവൾ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു. ആ സമയത്താണ് ഒരു ചെറിയ കുട്ടി ഓടി സൈനബയുടെ അടുത്തേക്ക് വന്നത്. ഉമ്മ, എനിക്ക് വിശക്കുന്നു. അവൻ അവളുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. സൈനബ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഇതാ മോനെ, ഉമ്മ ഇപ്പോൾ തരാം. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ടിഫിൻ ബോക്സ് അവന് നൽകി. ആ കാഴ്ച കണ്ടപ്പോൾ അമീറിന്റെ ഉള്ളം വിങ്ങി. സൈനബ സ്വന്തം വിശപ്പ് മറന്ന് ആ അനാഥ കുട്ടിയെ വളർത്തുന്നു. താൻ അന്ന് അവളെ പുറത്താക്കിയപ്പോൾ അവൾ തെരുവിലേക്ക് ഇറങ്ങിയത് എത്രത്തോളം വേദനയോടെ ആയിരിക്കും. അമീർ ആ കുട്ടിയെ നോക്കി. അവന്റെ നിഷ്കളങ്കമായ കണ്ണുകൾ അമീറിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ തോന്നി. സൈനബ, എനിക്ക് നിന്നെ സഹായിക്കണം. ഈ കുട്ടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്താം. നീ എന്നോടൊപ്പം വരൂ, അമീർ പറഞ്ഞു. സൈനബ പെട്ടെന്ന് കടുപ്പത്തിൽ മറുപടി നൽകി. വേണ്ട സർ, ഈ കുട്ടി എന്റെ ലോകമാണ്. നിങ്ങളുടെ ബംഗ്ലാവിൽ ഇല്ലാത്ത സമാധാനം എനിക്ക് ഈ തെരുവിൽ കിട്ടുന്നുണ്ട്. പണ്ട് സ്നേഹം ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നത് അപമാനമാണ്. ഇനി ഈ സൈനബ ആർക്കു മുന്നിലും തല കുനിക്കില്ല. സർ, പൊയ്ക്കോളൂ. ഇവിടെ കച്ചവടം നടക്കേണ്ട സമയമാണ്. അമീർ നിശബ്ദനായി. സൈനബയുടെ ഉള്ളിലെ മുറിവുകൾ മാപ്പപേക്ഷ കൊണ്ട് മാത്രം ഉണങ്ങുന്നതല്ലെന്ന് അയാൾക്ക് മനസ്സിലായി.
മനസ്സിലായി. ആ കരുത്തിനു മുന്നിൽ തന്റെ IPS പദവി ഒന്നുമല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. എങ്കിലും അയാൾക്ക് പിന്മാറാൻ തോന്നിയില്ല. സൈനബയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ താൻ എന്തെങ്കിലും ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടെ അയാൾ അവിടെ നിന്ന് പതുക്കെ നടന്നു നീങ്ങി. എന്നാൽ അവിടെ മറ്റൊരു അപകടം അമീറിനെയും സൈനബയെയും കാത്തിരിക്കുന്നുണ്ട്. അമീറും സൈനബയും തമ്മിലുള്ള ആ വൈകാരികമായ സംഭാഷണം മാർക്കറ്റിന്റെ ഒരു മൂലയിൽ നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ഒരു ഗൂഢാലോചന രൂപപ്പെട്ടുകൊണ്ടിരുന്നു. തലേ ദിവസം അമീർ നടുറോട്ടിൽ വെച്ച് അപമാനിക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്ത ഗുണ്ടയുടെ അനുയായികൾ പകയോടെ അവിടെ തമ്പടിച്ചിരുന്നു. യൂണിഫോം ഇല്ലാതെ, സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാതെ നിൽക്കുന്ന അമീറിനെ കണ്ടപ്പോൾ അവർക്കത് വലിയൊരു അവസരമായി തോന്നി. പെട്ടെന്നാണ് മാർക്കറ്റിന്റെ തിരക്കിനിടയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന അലർച്ചകൾ കേട്ടു തുടങ്ങിയത്. കച്ചവടക്കാരും നാട്ടുകാരും ഭയന്ന് ചിതറിയോടി. കയ്യിൽ തിളങ്ങുന്ന മാരകായുധങ്ങളുമായി 5-6 ഗുണ്ടകൾ അമീറിനെ ലക്ഷ്യമാക്കി പാഞ്ഞടുത്തു. അവർ അമീറിനെ വട്ടത്തിൽ വളഞ്ഞു. "ഇന്ന് നിന്നെ ഞങ്ങൾ തീർക്കും," അവരിൽ ഒരാൾ ആക്രോശിച്ചു. യൂണിഫോം ഇല്ലാത്ത അമീർ ഒട്ടും ഭയപ്പെട്ടില്ലെങ്കിലും സൈനബയും ആ ചെറിയ കുട്ടിയും തന്റെ കൂടെയുള്ളത് അയാളെ പരിഭ്രാന്തനാക്കി. "സൈനബ, മോനെയും കൊണ്ട് ഓടിക്കോ," അമീർ വിളിച്ചു പറഞ്ഞു. എന്നാൽ സൈനബ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അവളുടെ കണ്ണുകളിൽ ഭയത്തേക്കാൾ ഉപരി അമീറിനോടുള്ള ഉത്കണ്ഠയായിരുന്നു. ഗുണ്ടകൾ ആയുധങ്ങളുമായി അമീറിനെ ആക്രമിക്കാൻ തുടങ്ങി. ആയുധമില്ലാത്ത അമീർ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവരെ നേരിട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഒളിഞ്ഞിരുന്ന ഒരു ഗുണ്ട കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി അമീറിന്റെ നെഞ്ചിനു നേരെ വീശിയത്. അമീർ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ മരണം അമീറിനെ തൊടുന്നതിന് തൊട്ടു മുമ്പ് മിന്നൽ വേഗത്തിൽ സൈനബ അവർക്കിടയിലേക്ക് ചാടി വീണു. അമീറിനെ രക്ഷിക്കാൻ അവൾ തന്റെ ശരീരം ഒരു കവചമാക്കി മാറ്റി. ആ മൂർച്ചയുള്ള കത്തി സൈനബയുടെ തോളിൽ ആഴ്ന്നു കയറി. ഒരു നിമിഷം ലോകം നിശ്ചലമായതുപോലെ സൈനബയുടെ ചുണ്ടിൽ നിന്ന് ഒരു വേദനയുടെ തേങ്ങൽ ഉയർന്നു. അവളുടെ തോളിൽ നിന്ന് ചൂടുള്ള രക്തം അമീറിന്റെ ഷർട്ടിലേക്ക് ചിതറിത്തെറിച്ചു. "സൈനബ," അമീർ അലറി വിളിച്ചു. ആ കാഴ്ച കണ്ട് അയാളുടെ ഉള്ളിൽ സർവ്വ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. താൻ ഉപേക്ഷിച്ച, താൻ ജീവിതം തകർത്ത ആ പെണ്ണ് തന്നെ കൊല്ലാൻ വന്നവരുടെ മുന്നിൽ സ്വന്തം ജീവൻ പണയം വെച്ചിരിക്കുന്നു. തന്നെ ആക്രമിക്കാൻ വന്ന ഓരോരുത്തരെയും അയാൾ അടിച്ച് തറയിലിട്ടു. അപ്പോഴേക്കും സംഭവം വന്ന റഫീഖും സംഘവും സൈറൺ മുഴക്കി മാർക്കറ്റിലേക്ക് പാഞ്ഞെത്തി. പോലീസിനെ കണ്ട ഗുണ്ടകൾ ചിതറിയോടിയെങ്കിലും അവരെയെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ചു. അമീർ അതൊന്നും കണ്ടില്ല. അയാൾ നിലത്ത് വീണു കിടക്കുന്ന സൈനബയുടെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. സൈനബയുടെ മുഖം വിളറി വെളുത്തിരുന്നു. "സൈനബ, കണ്ണു തുറക്ക്. എന്തിനാ നീ ഇത് ചെയ്തത്?" അമീർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സൈനബ പതുക്കെ കണ്ണുകൾ ചിമ്മി. നിങ്ങൾക്കൊന്നും സംഭവിക്കരുത്," അവൾ വാക്കുകൾ കിട്ടാതെ പ്രയാസപ്പെട്ടു. അമീർ ഒട്ടും വൈകിപ്പിക്കാതെ അവളെ വാരിയെടുത്ത് തന്റെ സ്കോർപിയോയിലേക്ക് ഓടി. ആശുപത്രിയിലേക്കുള്ള യാത്രയിലുടനീളം അമീർ സൈനബയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവളുടെ തല അയാളുടെ നെഞ്ചിൽ വിശ്രമിച്ചു. അവളുടെ രക്തം അമീറിന്റെ ഷർട്ടിൽ പടർന്നുകൊണ്ടിരുന്നു. "എനിക്ക് മാപ്പ് തരൂ സൈനബ, എന്നെ തനിച്ചാക്കി പോകരുത്," അമീർ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ തേങ്ങി. നഗരത്തിലെ ജനങ്ങൾ കണ്ടത് തങ്ങളെ വിറപ്പിച്ചിരുന്ന ആ കഠിന ഹൃദയനായ ഓഫീസറുടെ തകർന്ന മുഖമായിരുന്നു. അധികാരം കൊണ്ടോ മെഡലുകൾ കൊണ്ടോ തുന്നിച്ചേർക്കാൻ കഴിയാത്ത ഒരു ഹൃദയബന്ധത്തിന്റെ ആഴം അമീർ ആ നിമിഷങ്ങളിൽ തിരിച്ചറിയുകയായിരുന്നു. തന്റെ അധികാരം സൈനബയുടെ ഈ ത്യാഗത്തിനു മുന്നിൽ എത്ര ചെറുതാണെന്ന് അയാൾ വിറക്കുന്ന കൈകളിലൂടെ അവളുടെ മുടിയിഴകളിൽ തലോടി വിതുമ്പിക്കൊണ്ടിരുന്നു. ആശുപത്രിയുടെ വരാന്തയിൽ സൈനബയുടെ ജീവനായി അയാൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയുടെ ഇടനാഴികളിൽ ശൈത്യകാലത്തെ രാത്രിയേക്കാൾ തണുപ്പുള്ള ഒരു നിശബ്ദത പടർന്നിരുന്നു. എമർജൻസി വാർഡിനു മുന്നിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന ചുവന്ന ലൈറ്റ് കത്തുന്നത് അമീർ കണ്ണു ചിമ്മാതെ നോക്കിയിരുന്നു. അയാളുടെ ഷർട്ടിൽ സൈനബയുടെ രക്തം ഉണങ്ങിപ്പിടിച്ചിരുന്നു. ആ രക്തത്തിന് തന്റെ അധികാരത്തേക്കാൾ ചൂടുണ്ടെന്നും അത് തന്റെ ആത്മാവിനെ ദഹിപ്പിക്കുന്നുവെന്നും അമീർ തിരിച്ചറിഞ്ഞു. ജില്ലയിലെ പോലീസ് മേധാവി എന്ന നിലയിൽ തന്റെ കീഴിലുള്ള 100 കണക്കിന് ഉദ്യോഗസ്ഥർ അവിടെ കാവൽ ഉണ്ടായിരുന്നുവെങ്കിലും അമീർ തികച്ചും ഏകനായിരുന്നു ആ നിമിഷം. പെട്ടെന്നാണ് സെറീന അവിടേക്ക് പാഞ്ഞെത്തിയത്. അവളുടെ മുഖത്ത് ദേഷ്യവും അമ്പരപ്പും കലർന്നിരുന്നു. "അമീർ, എന്താണ് ഇവിടെ നടക്കുന്നത്? യൂണിഫോം ഇല്ലാതെ ഒരു പച്ചക്കറി കച്ചവടക്കാരിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്രയും സമയം കളയുന്നത്? ഇതിന്റെ പേരിൽ നാളെ പത്രങ്ങളിൽ വാർത്ത വരും. നമ്മുടെ അന്തസ്സിന് ഇത് ചേർന്നതല്ല." സെറീനയുടെ വാക്കുകൾ അമീറിന്റെ ഉള്ളിലെ നിയന്ത്രണം തെറ്റിച്ചു. അയാൾ കസേരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അയാളുടെ കണ്ണുകളിലെ ആ കനൽ കണ്ടപ്പോൾ സെറീന ഒരു നിമിഷം ഭയന്നുപോയി. "അന്തസ്സോ?" അമീർ വളരെ താഴ്ന്ന് എന്നാൽ തീവ്രമായ സ്വരത്തിൽ ചോദിച്ചു. തന്റെ ഭർത്താവിനെ കൊല്ലാൻ വന്നവരുടെ മുന്നിൽ സ്വന്തം ശരീരം ഇട്ടുകൊടുക്കാൻ തയ്യാറായ
അവളായവളാണ് അന്തസ്സുള്ളവൾ. ഇന്ന് സൈനബക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അമീർ ഉണ്ടാവില്ല. ഈ പദവിയും ഈ അധികാരവും ഒക്കെ എനിക്ക് അവൾ നേടിത്തന്നതാണ്. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോകാം. സെറീന സ്തംഭിച്ചുപോയി. അമീർ അവളെ ഗൗനിക്കാതെ വീണ്ടും കസേരയിൽ ഇരുന്നു. അപ്പോഴാണ് ആ ചെറിയ ബാലൻ ആദിൽ അമീറിന്റെ അടുത്തേക്ക് വന്നത്. അവന്റെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. അവൻ പതുക്കെ അമീറിനോട് ചോദിച്ചു, ഉമ്മാക്ക് ഒന്നും പറ്റില്ലല്ലോ അല്ലേ അങ്കിൾ? ഉമ്മയെ എപ്പോഴാ വീട്ടിലേക്ക് വിടുക? അവന്റെ നിഷ്കളങ്കമായ ചോദ്യം അമീറിന്റെ ഹൃദയം തകർത്തു കളഞ്ഞു. അമീർ ആ കുട്ടിയെ വാരിയെടുത്ത് തന്റെ മടിയിൽ ഇരുത്തി. ഒന്നും സംഭവിക്കില്ല മോനെ, ഉമ്മ പെട്ടെന്ന് വരും. അമീർ അവനെ ചേർത്ത് പിടിച്ചു. തന്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ഒരു ഉപ്പിയുടെ സ്നേഹം ആ കുട്ടിയിലൂടെ അയാൾ അറിഞ്ഞു. താൻ സൈനബയെ ഉപേക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി ഞങ്ങൾക്കും ഉണ്ടാകുമായിരുന്നു എന്ന ചിന്ത അയാളെ വേട്ടയാടി. മണിക്കൂറുകൾ യുഗങ്ങൾ പോലെ കടന്നുപോയി. ഒടുവിൽ തിയേറ്ററിലെ ചുവന്ന വിളക്ക് അണഞ്ഞു. ഡോക്ടർ പുറത്തു വന്നു. അമീർ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, സൈനബക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ മുഖത്തെ മാസ്ക് മാറ്റി ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, ഭാഗ്യമുണ്ട് സർ. കുത്തേറ്റത് തോളിലായതുകൊണ്ട് ആന്തരിക അവയവങ്ങളെ ബാധിച്ചില്ല. പക്ഷേ രക്തം കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കുഴപ്പമൊന്നുമില്ല. ബോധം തെളിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അമീർ ഒരു ദീർഘശ്വാസം വിട്ടു. ICUവിൽ സൈനബ കിടക്കുന്ന ബെഡിനരികിലേക്ക് അമീർ പതുക്കെ നടന്നു. വെളുത്ത വിരുപ്പിൽ അവൾ ഒരു വാടിയ പൂവ് പോലെ കിടന്നു. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ കണ്ണു തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവൾ അമീറിനെ തിരിച്ചറിഞ്ഞു. അമീർ അവളുടെ വിറക്കുന്ന കൈകൾ തന്റെ കൈക്കുള്ളിൽ ചേർത്തു പിടിച്ചു. അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. നീ എന്തിനാ ഇത് ചെയ്തത് സൈനബ? നിന്നെ ഞാൻ അത്രയേറെ ഉപദ്രവിച്ചിട്ടും നിന്റെ ജീവിതം നശിപ്പിച്ചിട്ടും എന്തിനാ നിന്റെ ജീവിതം പണയം വെച്ചത്? അമീർ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. സൈനബയുടെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു. അവൾ വളരെ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംഭവിക്കരുതെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നും നിങ്ങൾ എന്റെ അമീനല്ലേ? അവളുടെ ആ വാക്കുകളിൽ 5 വർഷത്തെ പരാതികളോ നൊമ്പരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം മായം ചേരാത്ത സ്നേഹം മാത്രമാണ്. സ്നേഹിച്ചവന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു സ്ത്രീയുടെ കരുത്ത് അമീൻ അവിടെ തിരിച്ചറിഞ്ഞു. അധികാരത്തിന്റെ കൊടുമുടികൾക്ക് നൽകാൻ കഴിയാത്ത ഒരു ശാന്തി താൻ അവളുടെ അരികിൽ അനുഭവിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. സെറീനയുമായുള്ള ബന്ധം വെറും ഒരു സാമൂഹിക പ്രദർശനം മാത്രമാണെന്നും തന്റെ ആത്മാവ് ഇപ്പോഴും സൈനബയോടൊപ്പമാണെന്ന് അയാൾക്ക് ഉറപ്പായി. ആശുപത്രിയിലെ വെളുത്ത ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ ദിനങ്ങൾ അമീറിന്റെ ജീവിത വീക്ഷണത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചിരുന്നു. സൈനബയുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരുന്നുവെങ്കിലും അമീറിന്റെ മനസ്സിലെ കുറ്റബോധം അപ്പോഴും നീറുന്നുണ്ടായിരുന്നു. സൈനബയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം രാവിലെ അമീർ തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ എന്നാൽ ധീരമായ ആ തീരുമാനമെടുത്തു. അയാൾ സെറീനയെ വിളിച്ചു. സെറീന, നമുക്കിടയിലുള്ള ഈ ബന്ധം ഒരു അഭിനയം മാത്രമാണ്. നിനക്ക് പണവും പദവിയുമാണ് വലുത്. എന്നാൽ എനിക്കെന്റെ നഷ്ടപ്പെട്ട ആത്മാവിനെ തിരികെ വേണം. നമുക്ക് മാന്യമായി പിരിയാം. നിനക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. അമീറിന്റെ വാക്കുകളിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. സെറീന ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. അവൾക്ക് അമീനേക്കാൾ വലുത് അയാളുടെ പദവി നൽകുന്ന ആഡംബരങ്ങളായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ സൈനബ തന്റെ പഴയ കുടിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിച്ചത്. സർ, എന്നെ എന്റെ പഴയ സ്ഥലത്ത് വിട്ടേക്ക്. എനിക്ക് അവിടെയാണ് ശീലം, സൈനബ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ അമീർ അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. ഇല്ല സൈനബ, നീ ഇല്ലാതെ ഇനി ആ ബംഗ്ലാവിനും എന്റെ ജീവിതത്തിനും അർത്ഥമില്ല. അന്ന് നിന്നെ ഇറക്കിവിട്ടത് എന്റെ തെറ്റാണ്. ഇന്ന് നിന്നെയും ഈ മോനെയും തിരികെ കൊണ്ടുപോകുന്നത് എന്റെ കടമയാണ്. എനിക്കൊരവസരം കൂടി തരൂ. അമീറിന്റെ കണ്ണുകളിലെ സത്യസന്ധതയും വിറക്കുന്ന ശബ്ദവും സൈനബയുടെ ഉള്ളിലെ കടുപ്പമേറിയ കനലിനെ അലിയിച്ചു കളഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ മൗനം സമ്മതമായിരുന്നു. സർക്കാർ സ്കോർപിയോ അമീറിന്റെ ഔദ്യോഗിക ബംഗ്ലാവിലേക്ക് കടന്നു ചെന്നു. ഗാർഡുമാരും ജോലിക്കാരും അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. പൊടി പുരണ്ട വസ്ത്രങ്ങളുമായി വന്ന ആ പഴയ സൈനബയല്ല, മറിച്ച് IPS ഓഫീസറുടെ ജീവൻ രക്ഷിച്ച ധീരയായ ഒരു സ്ത്രീയായാണ് അവൾ അവിടെ കാലുകുത്തിയത്. അമീർ സൈനബയെയും ആ ചെറിയ കുട്ടി ആദിലിനെയും കൂട്ടി പൂമുഖത്തേക്ക് കയറി. അവിടെ വെച്ച് അമീർ തന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരോടും നാട്ടുകാരോടും പ്രഖ്യാപിച്ചു, ഇതാണ് സൈനബ, എന്റെ ഭാര്യ. ഇനി മുതൽ ഇവളായിരിക്കും ഈ വീടിന്റെ ഐശ്വര്യം. സൈനബ, ഇനി ഒരിക്കലും നിന്നെ കരയാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് നിന്നെ സംശയിച്ച ഈ കൈകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ എന്നേക്കും സംരക്ഷിക്കും. ബംഗ്ലാവിനുള്ളിലെ ആഡംബരങ്ങൾക്കിടയിലും സൈനബയുടെ മനസ്സാദ്യം ഒന്ന് പതറി. എന്നാൽ അമീർ അവളെ ഒരു രാജ്ഞിയെ പോലെയാണ് പരിഗണിച്ചത്. ഔദ്യോഗിക വിരുന്നുകളിലും ചടങ്ങുകളിലും തന്റെ പദവിയേക്കാൾ ഉയരത്തിൽ അമീർ സൈനബയെ പ്രതിഷ്ഠിച്ചു. ഇവളാണ് എന്റെ കരുത്ത് എന്ന് അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ സൈനബയുടെ ഉള്ളിലെ പഴയ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. ആദിലിനെ മികച്ച
വിദ്യാലയത്തിൽ ചേർത്തതോടെ അവന്റെ മുഖത്തും സന്തോഷം വിരിഞ്ഞു. അമീർ അവനൊരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സ്നേഹം നൽകി. എന്നാൽ സെറീനയും അവളുടെ കുടുംബവും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അമീറിന്റെ പദവി തെറിപ്പിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. അമീർ തന്റെ യൂണിഫോമിനേക്കാൾ വിലമതിക്കുന്നത് സത്യസന്ധതയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. ഒരു വൈകുന്നേരം സൈനബ അമീറിനോട് ചോദിച്ചു, എല്ലാം നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു പോരാട്ടത്തിലേക്കാണോ നിങ്ങൾ പോകുന്നത്? അമീർ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു. നീ കൂടെയുണ്ടെങ്കിൽ ഏത് കൊടുങ്കാറ്റും എനിക്ക് വെറും കാറ്റാണ് സൈനബ. അധികാരം പോയാലും എനിക്ക് സങ്കടമില്ല. കാരണം 5 വർഷത്തിന് ശേഷം എന്റെ കുടുംബത്തെ എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നു. അമീറിന്റെ പദവിയും സമാധാനവും തകർക്കാൻ സെറീനയുടെ ബന്ധുവായ മന്ത്രിയുടെ നേതൃത്വത്തിൽ കരുനീക്കങ്ങൾ ശക്തമായി. അമീറിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഓഫീസിൽ സഹപ്രവർത്തകർ പോലും അമീറിനെ സംശയത്തോടെ നോക്കി തുടങ്ങി. താൻ വീണ്ടും ഒറ്റപ്പെടുന്നു എന്ന് അമീറിന് തോന്നിയ നിമിഷങ്ങളിൽ സൈനബ അവന്റെ നിഴലായി നിന്നു. നീതിയുടെ വഴിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും അമീർ, പക്ഷേ പതറരുത്. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളേക്കാൾ വലുതല്ല ഈ അധികാരം. സൈനബയുടെ ആ വാക്കുകൾ അമീറിന് വലിയൊരു ആശ്വാസമായി. അമീർ തന്റെ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റുമ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാരണം ആ പദവി നൽകുന്ന പകിട്ടിനേക്കാൾ വലിയൊരു സമാധാനം സൈനബയുടെയും ആദിലിന്റെയും കൂടെയുള്ള നിമിഷങ്ങളിൽ അയാൾക്ക് ലഭിച്ചിരുന്നു. വാർത്താ മാധ്യമങ്ങൾ അമീറിനെതിരെ തിരിഞ്ഞപ്പോൾ ചന്തയിലെ പാവപ്പെട്ട കച്ചവടക്കാരും അമീർ രക്ഷിച്ച നാട്ടുകാരും തെരുവിലിറങ്ങി. അവരെ രക്ഷിച്ച ആ ഉദ്യോഗസ്ഥന് വേണ്ടി ഒരു വലിയ ജനക്കൂട്ടം ബംഗ്ലാവിന് മുന്നിൽ അണിഞ്ഞിരുന്നു. സത്യത്തിന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സൈനബയും അമീറും ഒരുമിച്ച് പൊരുതാൻ തീരുമാനിച്ചു. ആ പോരാട്ടം അമീറിന്റെ വ്യക്തിത്വത്തിന് പുതിയൊരു തിളക്കം നൽകി. അന്വേഷണത്തിൽ അമീർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. സത്യസന്ധതക്കും ധീരതക്കുമുള്ള രാഷ്ട്രപതിയുടെ മെഡൽ അമീറിനെ തേടിയെത്തി. മെഡൽ സ്വീകരിക്കുന്ന ചടങ്ങിൽ സദസ്സിലിരുന്ന സൈനബയെ ചൂണ്ടി അമീർ പറഞ്ഞു, ഈ തിളക്കം എന്റേതല്ല, ഇരുട്ടിൽ എനിക്ക് വെളിച്ചമായ എന്റെ സൈനബയുടേതാണ്. അഹങ്കാരവും രാഷ്ട്രീയ ചതികളും സ്നേഹത്തിനു മുന്നിൽ മുട്ടുകുത്തി. അമീറും സൈനബയും ആദിലും ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. അധികാരത്തെക്കാൾ വലുത് ആത്മവിശ്വാസവും സ്നേഹവുമാണെന്ന് ആ നഗരം തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിൽ സന്തോഷത്തിന്റെ പുലരി വിരിഞ്ഞു. പരാജയപ്പെട്ടേക്കാവുന്ന ജീവിതത്തെ സത്യം മുറുകെ പിടിച്ചാൽ മനോഹരമായി തിരിച്ചു പിടിക്കാമെന്ന് ആ കുടുംബം ലോകത്തിന് കാണിച്ചു കൊടുത്തു.